ഹലോ, നമസ്കാരം. എല്ലാവർക്കും നമ്മുടെ ചട്ടിങ്കല ഫാമിലിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു വളരെ സ്പെഷ്യലായിട്ടുള്ള വീഡിയോ ആണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് എൻ്റെ മസ്കറ്റിലെ ടെറസിൽ ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള എൻ്റെ ഒരു ചെറിയ പച്ചക്കറി തോട്ടവും അതുപോലെ വീട്ടിനകത്തും അതുപോലെ ജനലിൻ്റെ സൈഡിലുമായിട്ട് ഞാൻ വളർത്തിയെടുത്തിട്ടുള്ള കുറച്ച് ഗാർഡൻ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്കിന്ന് ഷെയർ ചെയ്തിരുന്നത്. പൂക്കളും ചെടികളൊന്നും ഇതുവരെ കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ലാത്ത ഒരാളാണ് ഞാൻ. ഇങ്ങനെ നട്ടു വളർത്താനായിട്ട് ഇതുവരെ ശ്രമിച്ചിട്ടുമില്ല. ഇതെൻ്റെ 1.5 മാസത്തെ കഷ്ടപ്പാടാണ്. 1.5 മാസം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്തതാണിത്. ഇപ്പോൾ വെണ്ടയിലും എല്ലാത്തിലും തന്നെ കായ്കൾ വന്നു തുടങ്ങി. കായ്ച്ചു തുടങ്ങിയ പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ, ഇതിൽ ഓരോന്നും എങ്ങനെ നന്നായിട്ട് നട്ടു വളർത്താം, എങ്ങനെ നല്ല രീതിയിൽ കായ്പ്പിച്ചെടുക്കാം എന്നൊക്കെയുള്ള വീഡിയോ നമ്മുടെ പുതിയ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ കണ്ടിട്ട് തന്നെ സപ്പോർട്ട് ചെയ്യണം. അതിൽ കൂടുതലും ഇത്തരം വീഡിയോസാണ്, ലൈഫ് സ്റ്റൈൽ വീഡിയോസൊക്കെയാണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇത് ഞാൻ വീട്ടിനകത്ത് നട്ടതാണ്. ആദ്യം എല്ലാം തന്നെയും വീട്ടിനകത്തായിരുന്നു ഞാൻ വെച്ചത്, പുറത്തൊന്നും തന്നെ വെച്ചിരുന്നില്ല. അപ്പോൾ അകത്ത് വെച്ചപ്പോൾ എനിക്ക് കൂടുതലായിട്ട് അവയെ കെയർ ചെയ്യാനൊക്കെ എളുപ്പമായിരുന്നു. പിന്നെ പുറത്തേക്കൊക്കെ ഏട്ടൻ ഇല്ലാത്ത സമയത്ത് ഇറങ്ങാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. പുറത്തുനിന്ന് വെച്ചാൽ നമ്മളുടെ ആ ഒരു മുറ്റം പോലെ എന്ന് പറയാം, ശരിക്കും പറഞ്ഞാൽ ടെറസാണ്, അവിടെ കയറാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഇപ്പം നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഞങ്ങളുടെ ജനാലയിൽ നിന്നുള്ളൊരു വ്യൂ ആണിത്. ആദ്യം ഒന്ന് നോക്കുമ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാണാൻ, ഇപ്പോൾ ഇത്രയെങ്കിലും ഉണ്ട്. പക്ഷേ എനിക്ക് കറക്റ്റ് മുന്നിൽ നിന്ന് എടുക്കുകയാണെങ്കിലാണ് ആ ഭംഗി തിരിയുക. അപ്പോൾ അതെനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റില്ല, താഴത്തെ വീടാണ്, അപ്പോൾ നമുക്കങ്ങനെ എടുക്കാൻ പറ്റില്ല. ഇവിടെ ഒത്തിരി ടെറസിലൊക്കെ കണ്ടിട്ട് ഭയങ്കര കൊതിയോടെ നോക്കിയിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കണ്ടിട്ടുള്ള അല്ലെ ബാൽക്കണിയിലൊക്കെ ഒത്തിരി കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം ക്യാഷ് ടീമാണ്. അപ്പോൾ അവരൊക്കെ നല്ല ചെടികൾ വാങ്ങിച്ച് പിടിപ്പിച്ചതാണ്. അപ്പോൾ എനിക്കിത് ഇവിടെ 50 പൈസ ആ ഒരു റേഞ്ചിൽ, അതായത് 90 റുപ്പീസ് താഴെയായിട്ടാണ് നമുക്ക് ഒരു ഫുൾ സെറ്റായിട്ട് എനിക്ക് കിട്ടിയത്. സോറി കേട്ടോ, 50 പൈസ എന്ന് പറയുന്നത് 9 രൂപയാണ്. പിന്നെ എല്ലാം കൂടെ ഒരു 5-8 ചെടിയോളം ഉണ്ടായിരുന്നു. പിന്നെ അവരതിന് കാശ് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ മറ്റ് മണ്ണും കാര്യങ്ങളൊക്കെ എടുത്തതുകൊണ്ട് ഇതിന് അവർ വില എടുത്തിട്ടുണ്ടായിരുന്നില്ല. ചെറിയ ചെടിയായിരുന്നു, പക്ഷേ ഇത് വളരെ നന്നായി നിറയെ പൂത്ത് നിൽക്കുന്നത് ഞാൻ ഇതിലെടുത്ത എഫേർട്ട് തന്നെയാണ് കേട്ടോ. എൻ്റെ ഏറ്റവും കൂടുതൽ സമയം ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഇവിടെ തന്നെയാണ്. ഇപ്പോൾ വൈകുന്നേരം ചില സമയങ്ങളിലൊക്കെ ഏട്ടൻ രാത്രി വരാനൊക്കെ വൈകിയാൽ ഇതാ ഇവിടെ നിന്നിട്ടാണ് ഞാൻ ഏട്ടനെ വരുന്നത് കാത്തിരിക്കാറുള്ളത്. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ നിന്ന് വരുന്നത് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരു ചായയൊക്കെ കുടിച്ചിരിക്കുന്നതും വല്ലപ്പോഴും ഒന്ന് റിലാക്സ് ചെയ്യുന്നതൊക്കെ ഈ ഒരു ജനലിൻ്റെ സൈഡിലിരുന്നിട്ടാണ്. ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കിളികളെയും വെച്ചിരിക്കുന്നത്. അപ്പോൾ എനിക്ക് ആരെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളൊരു ഫീലാണ്. ശരിക്കും ഒറ്റക്ക് ഏട്ടൻ ചില സമയത്തൊക്കെ എത്താൻ ഒത്തിരി വൈകും. അത്തരം സമയത്തൊക്കെ എനിക്കൊരു വലിയ കൂട്ട് തന്നെയാണ് ഇവരെ ഇങ്ങനെ തലോടിക്കൊണ്ട് ഇവരോട് എന്തെങ്കിലും ഞാൻ സംസാരിച്ചൊക്കെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇവരിലൊക്കെ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 4 വെറൈറ്റിയോളം ഉണ്ട്. ഇത് ഒരുപാട് കളറിൽ അവൈലബിൾ ആണ് കേട്ടോ. വയലറ്റ്, വെള്ള, പിന്നെ എന്തെല്ലോ കളറുണ്ട്. റെഡ് ഉണ്ട്, റോസ് ഉണ്ട്, മഞ്ഞയുണ്ട്, ഓഫ് വൈറ്റ് ഉണ്ട്, പിന്നെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. എൻ്റെ കയ്യിൽ ഇതിൻ്റെ 4 ടൈപ്പോളം ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാ കിളി ഇരിപ്പുണ്ട്. അപ്പോൾ 2 പേരും ഒരാൾ ഈ ഒരു സൈഡിലുണ്ട്, ബാക്കി 2 പേര് ഇത് അപ്പുറത്തുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇങ്ങനെ നോക്കുകയാണ് അവർ. ഞാൻ അടുത്ത് പോകുമ്പോഴേക്കും അത് പാറിക്കളിക്കും കേട്ടോ. അപ്പോൾ അത് മൈൻഡ് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു വീഡിയോയിൽ അവരെയും കൂടെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. കാരണം ഒരു ജനാലയുടെ സൈഡിലാണ് അത്രയും ചെടികൾ വെച്ചിട്ടുള്ളത്. സെൻട്രൽ ഹാളിലാണിത്. ഇനി രണ്ടാമത്തെ ജനൽ, സെൻട്രൽ ഹാളിൽ 2 ജനലാണുള്ളത്. അതിൻ്റെ 2 സൈഡിലായിട്ട് ഇതുപോലെ തക്കാളിയുടെ ചെറിയ ചെടികൾ ഞാൻ മുളപ്പിച്ചെടുത്തതാണ്. ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് അതിനൊരു ഉഷാറും തോന്നില്ല. ഇതുപോലുള്ള ഒരു ഉഷാറില്ലാത്ത തൈകളെയാണ് ഞാൻ അപ്പുറം നട്ട് പിടിപ്പിച്ച് കായ്ക്കേണ്ട ഒരു ലെവലിലേക്ക് എത്തിച്ചത്. ഇതുപോലെ തന്നെയായിരുന്നു ഉണ്ടായത്. അപ്പോൾ ഒന്ന് കരുത്ത് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് വെച്ചു എന്നേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്കിതിനെ മാറ്റണം. പിന്നെയുള്ളത് മണി പ്ലാന്റ് ആണ്.
ഇവിടെയൊക്കെ മുളകൾ വരുന്നുണ്ട്. അതിനൊക്കെ ഞാൻ എന്താണ് കെയർ കൊടുക്കുന്നത് ഉള്ളതൊക്കെ നമുക്ക് മറ്റേ ചാനലിൽ ഇടാം കേട്ടോ. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ഈ ചാനലിൽ എൻ്റെ ഒരു സന്തോഷം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും വലിയ കുറച്ച് സമ്പാദ്യങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനെയൊക്കെ കെയർ ചെയ്യാനായിട്ട് എനിക്കിപ്പോൾ ടൈം കിട്ടുന്നുണ്ട്. അതിലൊരുപാട് സന്തോഷമുണ്ട്. ഇനിയും അങ്ങോട്ടേക്കും എനിക്കതിന് സാധിക്കണം എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഇപ്പുറത്തെ സൈഡാണ്, ആ ജനാലയുടെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ വഴുതിനയാണ്. വഴുതിനയിലൊക്കെ പൂത്തിട്ടുണ്ട്. പിന്നെ ഒന്നിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇവിടെ സൗകര്യം ഇല്ലാണ്ടല്ലേ ഉള്ളൂ. എൻ്റെ കൈ തട്ടിയിട്ട് തന്നെ അത് അടർന്ന് വീണു പോയി. അതെനിക്ക് ഒത്തിരി വിഷമം തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മൾ തന്നെ നട്ടു വളർത്തി നന്നാക്കിയിട്ടുള്ളത് നമ്മളുടെ കൈ തട്ടിയിട്ട് തന്നെ നശിച്ചു പോകുമ്പോൾ ഒരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ. പിന്നെ സാരമില്ല, ഒത്തിരി അതിലിനിയും ഉണ്ടാവുന്നുണ്ട്. പിന്നെ ഇതാ പയർ കണ്ടോ, ഇത് അകത്തും പുറത്തും വെക്കാനുള്ള കാരണം എന്ന് വെച്ചാൽ രണ്ട് രീതിയിൽ നന്നാവുമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് അകത്ത് വെച്ചതിലും നിറയെ മുട്ടുകൾ വരുന്നത് കണ്ടോ, ഇത് പടർന്ന് മുകളിലെത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് 10 മണിയുടെ പൂവാണ്. അതിന് നമുക്ക് കാര്യമായിട്ട് വളമോ ഒന്നും വേണ്ട, ഇത്തിരി മണ്ണേ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷെ അതിലിപ്പോൾ നിറയെ പൂക്കൾ ഉണ്ടാകുന്നുണ്ട്. ഇത് ഞാൻ വൈകുന്നേരം ഷൂട്ട് ചെയ്തുകൊണ്ടാണ്. രാവിലെ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ നിറയെ പൂക്കൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ വൈകുന്നേരം ആയതുകൊണ്ടാണ് കേട്ടോ. ഇനി ഇവിടെ മാത്രമല്ല, പിന്നെയുള്ളൊരു ജനൽ എന്ന് പറയുന്നത് നമ്മളുടെ അടുക്കള ഭാഗത്താണ്. അപ്പോൾ സെൻട്രൽ ഹാൾ കഴിഞ്ഞാൽ പിന്നെ അവിടെയും, പിന്നെയുള്ളത് ബെഡ്റൂമിൻ്റെ സൈഡിലാണ്. ബെഡ്റൂമിൻ്റെ സൈഡിൽ ഞാൻ വെച്ചിട്ടില്ല, കാരണം ചെറിയ പ്രാണികൾ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. ഇതിപ്പോൾ അടുക്കളയിലാണ്. അടുക്കളയിൽ നമ്മളെങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളതെന്നൊക്കെ നിങ്ങൾ നോക്കിക്കോളൂ. ഞാനൊരു ചീരയും വഴുതിനയും വെച്ചിട്ടുണ്ട്. വഴുതിനയിൽ ഇതിലും മുട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മായ്ച്ച നീക്കി കാണിക്കാതിരുന്നത് ഇനി എൻ്റെ കൈ തട്ടിയിട്ട് അത് വീഴണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ അതിൽ ഞാൻ ക്യാപ്സിക്കത്തിൻ്റെ ഒരു ചെടിയൊക്കെ മുളപ്പിച്ചെടുക്കുന്നുണ്ട്. മുളച്ചിട്ട് കാണുന്നുണ്ട്, നന്നാവുമോ എന്നറിയില്ല. അപ്പോൾ സൈഡിൽ തന്നെ ഞാൻ ഇതുപോലെ വെള്ളത്തിലൊരു 10 മണിയുടെ ചെടി ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് നന്നായിട്ട് വരുന്നുണ്ട്. ചിലതിൽ ചെറിയ മുട്ടുകൾ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ പിന്നെ അത് സൂം ചെയ്ത് കാണിക്കാനിട്ടാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുക്കളയിൽ നിന്നുള്ള വ്യൂ. ചീര ഇതും ഉഷാറായിട്ട് വരുന്നുണ്ട്. ചെറിയൊരു ചെടി വെച്ച് കൊടുത്തതാണ് കേട്ടോ. ആദ്യം തന്നെ കിളികളുടെ നോയ്സിന് ഞാൻ സോറി പറയണേ, ഭയങ്കരമായിട്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാക്കും അവർ. ഇത് പുറത്ത് നിന്നുള്ളതാണ്. പുറത്ത് ഞാൻ വെച്ചിട്ടുള്ള വഴുതിനെയാണ്. ഇതിൽ 3-4 തൈകൾ ഒരുമിച്ച് നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെയുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കുറച്ച് പൂക്കളുണ്ടെന്ന്. ആ നേരത്തെ കണ്ട പൂവിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കളറാണ് എനിക്ക് കാണിച്ചു തരുന്നത്. അതിന് മുമ്പേ അത് സൺഫ്ലവേഴ്സ് പൂവ് വിരിഞ്ഞിട്ട് അത് ഉണങ്ങി. ഇനി അതിൻ്റെ സീഡ് നമുക്ക് കിളികൾക്കെല്ലാം കൊടുക്കാമല്ലോ. ഇത് കണ്ടോ, ഇതിൻ്റെ ഭംഗി നോക്കിയാൽ നിങ്ങൾ. ഇത് വേറൊരു വെറൈറ്റി കളറാണ്. നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്. ഇതിങ്ങനെ പടർന്ന് പോവാണ് ചെയ്യുന്നത്. എന്ത് ചെയ്തിട്ടും നമുക്ക് വേറൊരു രീതിയിൽ അത് മുളപ്പിച്ചെടുക്കാൻ പറ്റുന്നില്ല. വെള്ളത്തിലും ഒക്കെ നോക്കി അത് മുളച്ച് വരുന്നില്ല. പിന്നെ ഇതിങ്ങനെ നന്നായിട്ടൊരു എന്താ പറയുക, ദിവസവും അതിൽ പൂക്കളുണ്ടാവും. പൂക്കൾ ഒഴിഞ്ഞൊരു നേരം ഇല്ലയെന്ന് വേണം പറയാം കേട്ടോ. എന്ത് ഭംഗിയാന്ന് നോക്കിയേ. പിന്നെ ഞാൻ കാണിച്ചു തരുന്നത് സൺഫ്ലവറിൻ്റെ വേറൊരു പൂവാണ്. ഒരു രാജാവിനെ പോലെ ഒരു തലയെടുപ്പിലുണ്ടായിരുന്ന പൂവാണ്. ഇപ്പം അതിൻ്റെ പൂക്കളൊക്കെ കൊഴിഞ്ഞു, എല്ലാം ഓക്കെ ആയി. പിന്നെ അതിൻ്റെ തണ്ടിലൊക്കെ ഒത്തിരി മൊട്ടുകൾ വീണ്ടും വരുന്നുണ്ട്. അതിങ്ങനെ വിരിഞ്ഞ് വരുന്നുണ്ട്. പക്ഷെ അത്രയും ഉഷാറൊന്നുമില്ല. ഇത് വിരിഞ്ഞ സമയത്ത് ഉണ്ടായത് ലുക്കാണിത് കേട്ടോ. ഇത് ഞാനൊരു വേറൊരു വീഡിയോക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടി തമ്പനയിലാക്കാൻ എടുത്തതാണ്. അതാണ് അതിലൊരു കമ്മൽ കുത്തി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിന് ഞാനതിന് വെള്ളം കോരി കൊടുക്കുമ്പോൾ എടുത്ത ഫോട്ടോ ആണ്. പിന്നെയുള്ളത് ഇത് വിരിഞ്ഞ് വരുന്ന സമയത്തുള്ളത് ഇങ്ങനെയായിരുന്നു കേട്ടോ. നല്ല ഭംഗിയില്ലേ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പം വയസ്സനായിട്ടുള്ള ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഇതിങ്ങനെ വെച്ചിരിക്കുന്നത് അതിൻ്റെ വിത്തെടുക്കാനാണ്. കാരണം എൻ്റെ കിളികൾക്ക് ഒത്തിരി ഇഷ്ടമാണ് അത് കഴിക്കാനായിട്ട്. പിന്നെയുള്ളത് ഇതാ പയറിൻ്റെ ചെടി പുറത്തുള്ളതാണ്. ഇതും ഇതിലേക്കെല്ലാം ആയിട്ട് അങ്ങനെ പടർന്ന് പോകുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് പറങ്കിത്തൈയായിരുന്നു. ഞാൻ മുമ്പത്തൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ചെറിയൊരു രോഗം വന്ന പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ മാറി നല്ല ഉഷാറായിട്ട് ഇരിക്കുന്ന കണ്ടില്ലേ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കായ്ക്കുകയാണെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞുതരിക, എനിക്കിത് കായ്ക്കുമെന്ന് അറിയില്ല എന്ന്. കണ്ടോ, ഇതിൽ പച്ചമുളക് ഉണ്ടായിട്ടുണ്ട്. ഒന്നൊന്നല്ല കേട്ടോ, ഒന്നിൽ കൂടുതൽ ഉണ്ടായിട്ടുണ്ട്. ഇപ്പം നിറയെ മുട്ടുകൾ വരുന്നുണ്ട്. ആ വെയിലിനെ ഇതിനെ അതിജീവിക്കാൻ പറ്റുന്നുമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിൽ പച്ചമുളക് ഉണ്ടായിട്ടൊക്കെ കണ്ടപ്പോൾ കേട്ടോ. ഇതിപ്പം ചിലവർക്ക് ഇത് കാണുമ്പോൾ പുച്ഛം തോന്നുന്നുണ്ടാവും. പക്ഷേ ഇതുപോലുള്ളൊരു സ്ഥലത്ത് ഇതിങ്ങനെ വളർത്തിയെടുക്കുക എന്നുള്ളത് അത്ര ചെറിയ കാര്യമല്ല. ഒരുപാട് ലിമിറ്റേഷനിൽ നിന്നുകൊണ്ട് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ. അപ്പോൾ
പയറൊക്കെ ഇതാ പടർന്ന് നല്ല ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇതിൻ്റെ ഇലയൊക്കെ നമുക്ക് തോരൻ വയ്ക്കാനായിട്ട് ഉപയോഗിക്കാം, പക്ഷേ എന്തുകൊണ്ടോ അത് പറിക്കാനായിട്ട് തോന്നുന്നില്ല. അപ്പോൾ ഇതാ തക്കാളിയുടെ ചെടിയൊക്കെ പുറത്തുണ്ടോ. ഇത് ആ നേരത്തെ കണ്ട പോലത്തെ ഒരു പീക്കിരി തൈയായിരുന്നു, അതാണ് ഇങ്ങനെ ആക്കിയെടുത്തത്. വെണ്ടയുടെയൊക്കെ തൈ നിങ്ങൾ ആദ്യത്തെ കണ്ടിരുന്നെങ്കിൽ അത് ഇങ്ങനെ ആവുമെന്നോ ഇതിൽ കായ്ക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഇത്രയെങ്കിലും ഉണ്ടായല്ലോ, നിറയെ മൊട്ടുകളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് ഇലകളൊന്നും കാണാത്തത് ഇവിടെ അത്രയും ചൂട്ടിൽ അത് കൊഴിഞ്ഞു പോകുന്നത് കൊണ്ടാണ്. ഇതാ ചീരയൊക്കെ ഉഷാറായിട്ട് വരുന്നുണ്ട്. ഇത് ഞാൻ കയ്പയുടെ ചെടി വാങ്ങിച്ചതാണ്. അപ്പോൾ വിത്താണ് വാങ്ങിച്ചത്, പക്ഷെ എനിക്ക് തോന്നുന്നു അതിലൊന്ന് അവരെന്നെ പറ്റിച്ചതാണെന്ന്. വേറെ എന്തോ ഒരു വിത്താണ്, അതിനിപ്പോൾ എന്തായി എന്ന് മുട്ടിട്ടിട്ടുണ്ട്, അത് വന്നു കഴിഞ്ഞാലേ അറിയുള്ളൂ. ഇവിടെ പയറിലും കായ്ച്ചിട്ടിരിപ്പുണ്ട്, അതുപോലെ തന്നെ അടുത്ത പയറിലൊക്കെ മൊട്ടുകൾ വന്നിട്ടിരിപ്പുണ്ട്. അപ്പോൾ അങ്ങനെ എല്ലാത്തിലും തന്നെ നമ്മളെ സന്തോഷിപ്പിക്കേണ്ട തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ചീരയൊക്കെ കുറച്ചുകൂടെ കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രീതിയിലൊന്നും എടുത്ത് തോരൻ വയ്ക്കാം, അങ്ങനെ ഒത്തിരി വലിപ്പം ആകുമെന്ന് പ്രതീക്ഷിക്കണ്ടല്ലോ. ഇതതുപോലെ പീച്ചിങ്ങ എന്ന് പറഞ്ഞിട്ട് തന്നതാണ്. എനിക്ക് തോന്നുന്നത് ചുരങ്ങയുടെ വിത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. പൂവ് കാണുമ്പോൾ അത് പീച്ചിങ്ങ അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൃഷിയും കാര്യങ്ങളൊന്നും ഒരുപാട് ചെയ്യാത്തത് കൊണ്ട് എനിക്കറിയില്ല അതെന്തിൻ്റെ ആണെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. പിന്നെ ദാ ഇവിടെ ഒത്തിരി പുല്ലുകളൊക്കെ ഞാൻ എന്തിനു നട്ടുപിടിപ്പിക്കുന്നു എന്ന് വിചാരിക്കുന്നുണ്ടോ. തിന തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ പറിച്ച് കളയാത്തത്, ഇവിടെ ഒരു പൂച്ചയൊക്കെ വരാറുണ്ട് അതിന് വയറുവേദന എടുക്കുമ്പോൾ ഈ പുല്ല് തിന്നാനായിട്ട്. അപ്പോൾ പിന്നെ അവർക്കും വേണ്ടേ, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറിച്ചൊന്നും കളഞ്ഞിട്ടില്ല, അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഉള്ളത് ഇതാ ചീര, ആ ഒരു ചെറിയ വെണ്ടയിൽ കൂടെ വെണ്ട ഉണ്ടായിട്ട് വരുന്നുണ്ട്. ഇതും നേരത്തെ പറഞ്ഞാൽ പീച്ചിങ്ങ എന്ന് പറഞ്ഞിട്ട് എന്നെ പറ്റിച്ച ചെടിയാണ്, പക്ഷേ എന്തോ ഒരു ഭംഗിയുണ്ടല്ലോ കാണാനായിട്ട്. അത് പടരാനായിട്ട് ഞാൻ കൊടുത്തത് കിളികൾക്ക് കൂടാക്കാനായിട്ട് നമ്മൾ നെറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ആ നെറ്റാണ്. അപ്പോൾ അതിന് സൗകര്യമായിട്ട് അങ്ങ് പടർന്ന് പിടിച്ച് പോകാനായിട്ട് പറ്റുന്നുണ്ട്. പിന്നെ ഉള്ളത് ഇപ്പുറത്തെ ഒരു സൈഡിൽ കുറച്ച് സൺഫ്ലവറിൻ്റെയൊക്കെ ചെടികളൊക്കെ ഉണ്ട്. ഇത് പിന്നെ അത്ര ഉഷാറില്ലാത്തത് ആ ചട്ടി നോക്കി എനിക്ക് മനസ്സിലായി. കുറച്ച് മണ്ണുള്ളൂ മാത്രമല്ല ഒത്തിരി ചെടികളും ഉണ്ട്, 10 മണിയായിട്ടും തിനയായിട്ടൊക്കെ. അപ്പോൾ ഇവിടെ നേട്ടൻ ബാക്കി നമ്മൾ വേസ്റ്റ് ഇട്ട് കൊടുത്തതിൻ്റെ അകത്തുനിന്നൊക്കെ തിന മുളച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ക്ലീനാക്കുകയാണ്. ഇത് നമ്മുടെ റൂമിൻ്റെ ആ ഒരു ജനലിൻ്റെ സൈഡ് ഞാൻ കെട്ടിവെച്ചതാണ്. ഇത് എത്രയോ ആയി കേട്ടോ, ഇത് ശരിക്കും 2 മാസത്തിന് മുകളിലായി. ഇതിങ്ങനെ നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഇതാ ഇതിലെപ്പോഴും പൂക്കൾ ഒന്നല്ലെങ്കിൽ ഒന്നായിട്ട് ഇതിലെപ്പോഴും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്താ പിന്നെ വേണ്ടേ അല്ലേ. അപ്പോൾ ഓവറോൾ വ്യൂ എന്ന് പറയുന്നത് ഇപ്പം നിങ്ങൾ കണ്ടാൽ മനസ്സിലാകും, നല്ല രീതിയിൽ കുറച്ചും കൂടെ ഉഷാറുണ്ടായിരുന്നു. ഇപ്പോൾ ഈ വെയിൽ കാരണം എല്ലാം ഒന്നിങ്ങനെ വാടിക്കൊഴിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ട്. വെള്ളം ഇടയ്ക്കിടയ്ക്കേ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, എന്നാലും അവർക്ക് ഭയങ്കര ക്ഷീണമാണ്. ഒന്നാമത് ട്രാൻസ്പെറൻറ്റ് ബോട്ടിലല്ലേ, അതുകൊണ്ടാണ് ഭയങ്കരമായിട്ട് ചൂട് അതിന് കിട്ടുന്നുണ്ടാവും, ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. ഈ വെയിലത്തിരിക്കുമ്പം ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോഴേക്കും എനിക്ക് തലവേദന വരും, കാരണം അത്രയും ചൂടുണ്ട്. പക്ഷേ ഇത് മാറ്റി വയ്ക്കാനൊന്നും ഇപ്പം പറ്റില്ല. ഇപ്പം നമുക്ക് എന്തെങ്കിലും ഷീറ്റ് ഇട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഒന്നും വാങ്ങാൻ പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയല്ലേ. അപ്പം അങ്ങനെ പോകുന്നു. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങളുടെ വീട്ടിലും ചെറിയ രീതിയിലെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിതൊന്നും ചെയ്യാത്ത ഒരാളല്ലേ, ഇത്രയും ചെയ്തപ്പോൾ തന്നെ ഏട്ടനൊക്കെ ഒരുപാട് സന്തോഷം തോന്നി. എനിക്കിനിയും ഒത്തിരി മണ്ണൊക്കെ വാങ്ങിത്തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഇതാ ഇവിടെ തന്നെ ഉണ്ടായ തിന ഞാൻ കിളിക്ക് കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നിറയെ തിനയുണ്ട്, പെട്ടെന്ന് ഉണ്ടാവും ഈ തിന. അതുകൊണ്ട് അവർക്ക് വേണ്ടുന്ന തിന നമുക്ക് ഇവിടെ ഉണ്ടാക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അവളത് കൊത്താൻ വന്നതാണ്, അവൾക്കത് ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ക്യാമറ കാണിച്ചുകൊണ്ടാണ്, നിങ്ങളെ കാണിക്കേണ്ടതെന്ന് വെച്ചിട്ടായിരിക്കും അവൾക്ക് ഇത്തിരി അഹങ്കാരമൊക്കെ വന്നു. അപ്പോൾ ഇത് കണ്ടോ, ഞാൻ നമ്മളുടെ മല്ലിയുടെ ചെടി ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ മുട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കണ്ടോ. പിന്നെ അതിൽ മല്ലി ഉണ്ടാവും, അതാണ് അറിയാമല്ലോ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇതിനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ പതുക്കെ ആ കിളിയെ ഒന്ന് എത്തി നോക്കിയപ്പോൾ ഒരു കാര്യം കണ്ടു കേട്ടോ. എന്നെ കാണാതെ അവളത് കൊത്തി തിന്നായിരുന്നു. വീണ്ടും ക്യാമറ നോക്കുന്നത് കണ്ടപ്പോൾ നിർത്തി കേട്ടോ, എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അവൾ. പിന്നെ ഞാൻ വെച്ച് മതി, മനസ്സമാധാനത്തിൽ അവൾ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചു, അങ്ങനെ ഒഴിവാക്കി. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ എൻ്റെ ഇവിടുത്തെ ഒരു ദിവസം എന്നൊക്കെ പറയുന്നത്. ഇവയെ നോക്കിയാലൊക്കെ നേരം പോകുന്നത് അറിയുമോ അല്ലേ. നല്ല സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് കായ് ഉണ്ടാവുമോ നട്ട് കഴിഞ്ഞാൽ എന്നുള്ള കൺഫ്യൂഷനിൽ ചെയ്യാതിരിക്കല്ലേ, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോഴാണ് അതിൻ്റെ സന്തോഷം മനസ്സിലാവുന്നത്. തീർച്ചയായിട്ടും ഉണ്ടാവുന്നില്ലെങ്കിൽ എന്നോട് പറയൂ. പിന്നെ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് പറയണേ. ഇത് മാത്രമല്ല, നമ്മളുടെ പുതിയ ചാനലിൽ ഇതിനെക്കുറിച്ചിട്ടുള്ള ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ചെടികളിൽ എന്നും പൂക്കൾ ഉണ്ടാവാനും ഇവയൊക്കെ പെട്ടെന്ന് കായ്ക്കാനും വേണ്ടുന്ന ഒരുപാട് ടിപ്സ് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്ന് അത് കണ്ടു നോക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കിനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. അതുവരെ ബൈ. നിങ്ങൾ വീഡിയോ നന്നായിട്ട് എൻജോയ് ചെയ്തോളേ.